എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ മറയൂരാണുള്ളത്. തെങ്കാശിനാഥന്റെ പരിപാടിയുമായി വന്നതാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സ്പോൺസർമാരാണ് ഇവര്. ഇത് വിപിൻ, അതുപോലെ തന്നെ വിഷ്ണു. പറയാതിരിക്കാൻ വയ്യ, ഞങ്ങള് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹം വേണമെങ്കിൽ പറയാം. ഇതുവരെയും കിട്ടാത്ത രീതിയിലാണ് നമുക്ക് അങ്ങനെ ഒരു അനുഭവം. കാരണം മറയൂര് മുഴുവൻ ഞങ്ങളെ ചുറ്റിക്കാണിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ഒരു വണ്ടിയും ഡ്രൈവറെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മൊത്തം കണ്ടു. അപ്പൊ ഞങ്ങൾ കണ്ട പൂരം മുഴുവൻ നിങ്ങളും കാണണം. വിഷ്ണുവിന്റെ റിസോർട്ടിന്റെ പേരെന്താണ്? ഇവിടെ പാരഡൈസ് വാലി. മോനും നിങ്ങളെ ഒരുമിച്ചല്ലേ? ഒരുമിച്ച്. എത്ര റിസോർട്ട് ഉണ്ട് ഇവിടെ? 4 റിസോർട്ട് ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ റിസോർട്ടിൽ നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും ഇതിനെ ഇടപെടാക്കി തരും. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ. ഇനി ഞങ്ങൾ കണ്ട പൂരങ്ങൾ നിങ്ങളും കാണും. എന്താണ് നമുക്കും പ്രേമിക്കണ്ടേ? പിന്നെ മക്കളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ എന്ത് രസം. ഇന്നലെ പരിപാടി കഴിഞ്ഞ ഞങ്ങള് ഇന്ന് നമ്മുടെ പരിപാടിയുടെ സ്പോൺസർ നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇവിടെ നല്ലൊരു റിസോർട്ട്, അത് കഴിഞ്ഞിട്ട് കാണിക്കാനായിട്ട് ജീപ്പ് അറേഞ്ച് ചെയ്തു തന്നു. ഒരു സ്വന്തമായിട്ടൊരു ഡ്രൈവർ എന്തോ. അതെ. അപ്പൊ ലാലേട്ടന്റെ ഭ്രമണം വരെ എത്തി. അത്യാവശ്യം എല്ലാം കണ്ടു കഴിഞ്ഞു. ചെറിയ കൈരിച്ചക്ക പോലെ ഒരു ഫ്രൂട്ട്സ് ഇല്ല, ഒരു ഇങ്ങോട്ട് ആ ചക്കര മറവാണത്. അതാണല്ലേ? ആത്തിച്ചക്ക അല്ല, അതാണ് ആത്തിക്ക. ഇവിടെ ഉണ്ട്, ഇവിടെ നല്ലപോലെ ഇപ്പോഴുള്ള സീസൺ അല്ല. ഇവിടെ കൂടുതലും കരിമ്പാണോ? കരിമ്പാണ് കൂടുതൽ ഉള്ളത്. ഇപ്പൊ കുറഞ്ഞു വരുവാ കരിമ്പ്. ഇത് ചന്ദനക്കാട് അല്ലേ? മറയൂർ ചന്ദനം. ചന്ദന മരങ്ങളാണോ ഇതെല്ലാം? നമ്പർ ഇട്ട മരങ്ങളാണ് ചന്ദനം. ദേ പോയേക്കണ ഒരാള് പന്നി. ചന്ദനമരങ്ങൾ. എവിടെ പോണ? തൊപ്പിയൊക്കെ വെച്ച് വെച്ചോ? എവിടെ പോണേ? ഹലോ, നമ്മള് സൂപ്പറായിട്ട് അപ്പൊ നമ്മള് ചന്ദനക്കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ. ബാലു ഇവിടെയാണ് ചന്ദനക്കാട് ഇറങ്ങി കാണാനുള്ള സ്ഥലം. ആ വലിയ മരമല്ല, വലിയ ചന്ദനമല്ല. ഈ നമ്പർ ഇട്ടേക്കുന്ന മരങ്ങൾ മാത്രമേ ചന്ദനം. ഓ അത് ശരി. ഇതൊക്കെ റോസ് ഉണ്ട്, അതൊക്കെ റോസ് ഉണ്ട്. ചന്ദനോടെ ചന്ദനോടൊന്ന് മണത്ത് നോക്കണ. ഒറിജിനലി ചന്ദനാ. ബാലു എന്താ ഭാര്യയെ കാണിച്ചു കൊടുക്കണോ? ഭാര്യ ചന്ദനമരം കാണിച്ചു കൊടുക്കണോ? വീഡിയോയില് കാണിച്ചു കൊടുക്കണോ സുന്ദരിക്കുട്ടീനെ? പോവാ. എന്താണ് പിണങ്ങിക്കണല്ല? ഭാര്യനൊന്ന് വിളിക്കാൻ റേഞ്ചില്ല, റേഞ്ച് കിട്ടണില്ല. ഗോപന്റെ ഭാര്യ രാധികയെ മിസ് ചെയ്യുന്നു. സാൻഡിലൊക്കെ കാണുമ്പോഴേ ശരിക്കും ബാലുവപ്പനെ മിസ് ചെയ്യുന്നുണ്ട്. അതെ. കമ്മത്ത് ബാലകൃഷ്ണ കമ്മത്ത് വന്നില്ല. ഈ നമ്പർ ഇത് കണ്ട, ഈ നമ്പർ ഇത് മാത്രമാണ് ചന്ദന മരങ്ങൾ. നമ്പർ ഉള്ളത്. അത് വലിയതൊന്നും ചന്ദനമല്ല. ഇത് മിനിമം ഒരു 50 വർഷം പഴക്കമെങ്കിലും വന്നാലേ ഇത് എടുക്കുള്ളതാണ്. ഇതൊക്കെ ഉണങ്ങും, ശരിക്കും നല്ലോണം ഉണങ്ങണം. ഉണങ്ങുമ്പോഴേ ഇത് ഫോറസ്റ്റുകാര് ലേലത്തിന് അങ്ങനെയാണ് ഇതിന്റെ. സൂപ്പർ. അവിടെ രാധികനെ കിട്ടിയ? ഇതാണ് ഗോപന്റെ സുന്ദരിയായ ഭാര്യ രാധിക. ഞാൻ എന്നെ നിങ്ങളുടെ ഭാര്യയെ കിട്ടിയില്ലേ? നമ്മള് രാവിലെ വിളിച്ചല്ലേ. ഇവിടെ കാണിച്ചു കൊടുക്ക കാട്. അതെ. കാന്തല്ലൂര്, മറയൂർ, കോവിൽക്കടവ്. കോവിൽക്കടവിലെ ഒരു
സ്ഥലമെല്ലാം ടൂറാണ്. ഇപ്പൊ നമ്മളെങ്ങടാ പോയിക്കൊണ്ടിരിക്കണേ? കാന്തല്ലൂർ. ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ കാന്തല്ലൂര്? ഫ്രൂട്ട്സ് ഗാർഡൻ, ഹണി റോസ്, ഹണി റോസ്, ഹണി റോപ്പ്, ഹണി റോപ്പ്. ഹണി റോസ് എന്ന് പറയുമ്പോൾ പാലോടന്റെ വായയിൽ ശരി വന്നിട്ടേ അതിന്റെ ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ്. ഭ്രമരം, ആണക്കോട്ട പാറ, മുനിയറ, ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ്. ഇവിടെ ഒരു ശ്രീരാമന്റെ ക്ഷേത്രമുണ്ട്. അവിടെ അതിന്റെ പ്രദേശത്ത് ഇവിടെ നിന്ന് തന്നെ കിട്ടിയ ഫോറസ്റ്റ് കെട്ടാൻ സമ്മതിച്ചില്ല. രാത്രിക്ക് രാത്രി തന്നെ കിട്ടി. രാത്രി ചിലപ്പോ അമ്പലം പണം. അതെ അല്ലേ? അന്നക്കോവില് അപ്പടിയാ. ഇത് ഏത് പാറയാണ് പാറു? ഏത് പാറയെന്ന് പറഞ്ഞ? പാണ്ഡവരുമായിട്ട് എന്താ ബന്ധപ്പെട്ട് പറയണം? ഗോപന് മതിയായി, ഗോപന് കേറാൻ വയ്യ. ഇതെന്താന്ന്? ഇനി രണ്ടുപേര് വരാനുണ്ടതാ. അവർക്ക് മതിയായി. ഇതാരും നല്ല നെഞ്ചുമ്പം വന്നാൽ മതി. പൊട്ടിപ്പഴം. ഇവിടെ എടുക്കാൻ കൊറേ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വായോ. ഇവിടെ നല്ല തണുപ്പാ. ഇവിടെ വായോ. തടിയന്മാര് നടന്നിട്ട് കേറണില്ല. ഓപ്പാ ഏവാ ഇപ്പൊ കാണിക്കും. പോരെ, ഇതൊക്കെ ചന്ദനമാണ്. മാമനും മോളും ഫോട്ടോഷൂട്ടാണോ? മാമനും മോളും ഫോട്ടോഷൂട്ടാണ്. ഏത് ഈ സ്ഥലോ? ഏതാണ് ഇതെന്താണ്? പഞ്ചപാണ്ഡവരുടെ മുനിയറ എന്ന് പറഞ്ഞ അവര് മരിച്ചു കഴിയുമ്പോ അടക്കുന്നത് മണ്ണിന്റെ അടിയിലുണ്ട്. ഓ, അവര് ജീവിച്ച വീടുകളെല്ലാം മുകളിലുണ്ട്, പാറയുടെ മുകളിലൊക്കെ ഉണ്ട്. അതെ അല്ലേ? ഇത് കണ്ടോ? അവരിങ്ങനെ 4 സൈഡും കല്ല് ഇറക്കി വെച്ച് കലത്തിന്റെ അകത്ത് വെച്ച് അടക്കിയാണ് മുകളിൽ പാറ വെച്ച് ഫില്ല് ചെയ്യുന്നത്. ഓ, ഇവിടെ ഇവിടെ ചെയ്തേക്കുന്നത് ഇതുപോലെ അങ്ങനെയുള്ളതെല്ലാം മണ്ണിന്റെ അടിയിൽ കാണും. ഇവിടെയാണ് പഞ്ചപാണ്ഡവരുള്ള സ്ഥലം. അതെ, പഞ്ചപാണ്ഡവര് അവര് വന്ന 5000 വർഷത്തിന് മുകളിൽ അവരിവിടെ വന്ന് ജീവിച്ചതും അവരെ അടക്കിയതും അവർ ജീവിച്ചിരുന്ന വീടുകളും അവര് ഇത് വന്ന് അവരെ അടക്കിയതാണ്. 5000 വർഷത്തിന് മുകളില് പഞ്ചപാണ്ഡവരെ കലം വെച്ചിട്ട് ആളെ ഇറക്കി വെച്ച് അടക്കുന്നത്. അല്ല, ഇതിന്റെ അടിയിലേക്ക് കുറയുണ്ട്. അല്ല, കുറച്ചിങ്ങനെ റൂം പോലെ ആയിരിക്കുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ അതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ധർമ്മപുത്രനും ഭീമസേനും അർജുനും നകുല സഹദേവന്മാരും എല്ലാവരും ഉണ്ട്. ശിവന്റെ ക്ഷേത്രത്തിന്റെ അടുത്ത് ശിവൻ ചന്ദനത്തിന്റെ മണം വന്നിട്ട് ചെത്തിയാലേ വരുള്ളൂ. ഇന്നലെ അല്ല അവിടുത്തെ പറഞ്ഞു അവിടെ മറ്റേ അതിന്റെ അകത്ത് ഗുഹയുണ്ട്. അതിന്റെ അകത്ത് ഗുഹയുണ്ട്. അവിടുന്ന് തെങ്കാശിനാഥൻ. ഇവിടെ പാർവതി നടുപ്പിച്ചോറ്, ഇവിടെ ശിവലിംഗം. നിങ്ങൾ ശിവലിംഗത്തിന് തോൽവിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ചെരിച്ചു നോക്കാം. ഇങ്ങനെ സൈഡ് തുറന്നുണ്ട് വളർത്തുകയും അമ്പലത്തിന്റെ അകത്ത്. അതുകൊണ്ട് ആ സൂര്യന്റെ പേര് കോവിൽ കിടവ്. കടവുള്ളത് കൊണ്ടാണ് ആ സ്ഥലത്തിന്റെ പേര് കോവിൽ കിടവ്. മറ്റേ നദി വരെ. പിന്നെ ഈ പാറയൊക്കെ പൊട്ടിക്കാണ് കെമിക്കൽ. എന്തോരം ആവശ്യം അത്രയ്ക്ക് പിളിഞ്ഞിട്ട് നടുക്ക് തീ കെറ്റാണ് ഈ പാറക്കൽ പിളിഞ്ഞിട്ട് നടുക്ക് തീ കെറ്റാണ് ഈ പാറ പൊട്ടിക്കുന്നത്. സംഭവം പീസ് 3000 14,000 കൊള്ളു. ഇന്ന് നേറ്റല്ല, നമ്മൾ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. നമ്മൾ മുറ്റത്തുമ്പോൾ ജനിച്ചു കാണില്ല. ഈ മണ്ണ് കൂട്ടി ചേർത്തിട്ട് കല്ല് നഗർത്തിയാണ് കയറ്റിയേക്കണേ. അവിടെയൊക്കെ അവിടെ ഒരു വീട് പോലെ ഉണ്ട്. നമുക്ക് ഇതെല്ലാം പോകണം. എടുത്തോണ്ട് പോയി റൈറ്റ് സൈഡിൽ ആ മാതിരി പോലെ കെട്ടിങ്ങനെ
ഇത് എവിടേക്കാ പോണ ദൈവമേ. ആനഗിരി ഇവിടെ പാൽക്കോട്ട നിങ്ങൾ വഞ്ചിയത്തിന്റെ സ്വല്പം താഴെ കോട്ട വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആനക്കോട്ടെന്ന് വരും. ആ ഇതിന് ചരിത്രമുണ്ട്. പിന്നല്ലേ ചന്ദനമില്ല, നമ്പർ വെച്ച് മാത്രം ചന്ദനം, ബാക്കിയെല്ലാം കാറ്റ് അല്ല ആവില്ല. 10-80-90 കൊള്ളമുള്ളതൊക്കെ ഇത്രേ ഉള്ളൂ. 10 രൂപ പേർക്കില്ല. നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കില്ലേ? ഞാനില്ല, അതുകൊണ്ട് നിങ്ങൾ ശരിക്കും സ്മെല്ല് ചെയ്തില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഒരു ചുരുങ്ങിയത് 25-30 കൊള്ളത്തിന്റെ അടുത്തുണ്ടാവും. ആ ഉണങ്ങി മറിഞ്ഞ് വീണ് ഇവനെ ഇത്രയും പൈസ ഉണ്ട് അവന് വിലവാ. ഇത്ര കണത്തിൽ ചെത്തിക്കളെ, ഇത്ര കണത്തിൽ ചെത്തുമ്പോ അകത്ത് കാതല. ഇതിപ്പോ ഇത് എല്ലാത്തിനും നമ്പർ ഉണ്ടല്ലേ? ആ എല്ലാത്തിനും നമ്പറും ഉണ്ട്. ആറോന് പേടിയാ വേണ്ട. പേടിയൊന്നുമില്ല. ഗോപനെന്തേ ഇപ്പൊ പോയേനെ. കുറ്റിയുണ്ട്, നിലത്ത് നോക്കി വേണം നടക്കാം. ആ ബാലുവപ്പം കൂടി ഉണ്ടായിരുന്നെങ്കിലോ? ബാലകൃഷ്ണൊക്കെ മൊത്തം വേറെ പരിപാടി ഉണ്ടായി. സമയം എവിടെയാ നാട്? എറണാകുളം. എവിടെ എറണാകുളം? എവിടെ? എറണാകുളം നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. പുറത്തുനിന്നും ഫോട്ടോ എടുക്കാം. ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങി ഫോട്ടോ എടുക്കുന്നോ? തലയിടിക്കാതെ, തലയെ നടുവടിക്കാതെ ഇറങ്ങിക്കോ. ഒരു കാലിറങ്ങി ഇറങ്ങിക്കോ. ഇതൊന്ന് ഇഞ്ചിപ്പുല്ല്. ഇഞ്ചിപ്പുല്ല് ഇറങ്ങിക്കോ. പതുക്കെ പതുക്കെ. ആ അവിടെ ഇരുന്നോ, ഞങ്ങള് പോയിട്ടില്ല. അത് കിട്ടൂല. കൊള്ളാം. രഞ്ജിമാമ ഫോട്ടോ പ്ലീസ്. അത് കിട്ടൂല. പണ്ട് പാഞ്ചാലി ഇരുന്ന സ്ഥലമാണ്. പഞ്ചപാണ്ഡവന്മാര് അതിന്റെ അകത്ത് വല്ലതും നോക്കണോട്ടെ. ഒന്നുമില്ല. പഞ്ചപാണ്ഡവന്മാര് ഇരുന്ന സ്ഥല അല്ലേ? യാരുടെ കണ്ണിലും വിടാൻ പാടില്ല. 14 കൊള്ളത്തെ ഇരക്കി. ഗോപൻ എന്താണ് ഒരു മൂടില്ലാത്ത? അങ്ങനെ പതിങ്ങിരുന്ന. ഓ അവരവർ സൈഡിൽ എത്തി നോക്കാൻ പറയൂ. മിതു എന്താ ഉള്ളി കയറാത്ത? ഷോൾഡറിൽ കൂടെ അണ്ണ എന്തിനാ ഉള്ളി കയറാത്ത? ഉള്ളി പോവാത്ത എന്താ? വയറ് മടങ്ങൂല. ഒന്ന് മണ്ണാരപ്പെട്ടിയാ. മണ്ണാരപ്പെട്ടി അറിയൂല. ആ കാലത്ത് ബസ് കുടുംബിൽ ഒരു ബോട്ട് മൂന്നാറ് പക്ഷെ മണ്ണാർപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊന്നും ആർക്കും അറിയില്ല. അതേപോലെ ഇവിടെ ഒരു പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, തൃശ്ശൂരിന്റെ അടുത്ത് ഒരു പട്ടിക്കാടില്ലേ? കൺഗ്രാജുലേഷൻ. പട്ടിക്കാട് തൃശ്ശൂർ. അടി ഇത് ഇടാൻ പാടില്ല. നമ്മുടെ ഹിന്ദു ശാസ്ത്രപ്പടി ഇത് വേങ്ങമരം അല്ലേ? കുട്ടികൾക്കൊക്കെ കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് പൊട്ട് പൊട്ട് തൊട്ടണം. ഇതിന്റെ പാലാണ്. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ വെട്ടിയാ ഇങ്ങനെ ചോര ഇങ്ങനെ ഓ വേങ്ങമരം ആയിട്ട് പോകുന്നില്ല പെണ്ണുങ്ങള്. അവരെ കൊണ്ട് അവിടെ ഉരുട്ടി കൊണ്ടുപോകുന്നു. കൊമരിക്കൽ മല അല്ലേ? അത് അതിന്റെ അപ്പുറത്ത് വാൾപ്പാറയാണ്. വാൽപ്പാറ അപ്പുറത്ത്. അത് കുത്തുകല്ല് കാറ്റുമല, അങ്ങനെ ഓരോ മലയ്ക്കും ഓരോ പേരുണ്ട്. ഓ ഇത് ശ്രീരാമക്ഷേത്രം. ഇത് ശ്രീരാമക്ഷേത്രം. ശ്രീരാമ മറയൂർ മാർക്കറ്റ്. അറിയൊരു ജില്ല ഇന്നലെ ലേലം അവിടെ ഉണ്ടാവും ഞാൻ. ഓ നല്ല കാണാൻ നല്ല കുട്ടി രാമനാണ്. ഇവന് ഒത്തിരി കാലം ഇവിടെ ഇരുന്നിട്ട് അജിത്തിന്റെ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് കിട്ടിയത്. അപ്പൊ തന്നെ ഇവിടെ അജിത്ത് ഒരു സ്പോൺസർ ചെയ്തു. പിന്നെ നാട്ടുകാരെല്ലാം, പിന്നെ ഫോറസ്റ്റിന്റെ വിഷയം ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ചെന്ന് രാത്രി അമ്പലം പറഞ്ഞു. ഈ ടാനിങ്ങിന്റെ താഴെയാണ് കോട്ട. അതുകൊണ്ടാണ് ഇതിന് പേര് ആനക്കോട്ട. ആന കയറി വരാതെ ആ കാലത്ത് ചുറ്റിലും തെളിച്ച് നെൽകൃഷി ഉണ്ടായിരുന്നു. ആന കയറി വരാതെ ഈ ഗ്രാമത്തിക്കർ ആദിവാസികൾ ഇവിടെ കോട്ട ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വണ്ടിയിൽ തിരിഞ്ഞു പോകുമ്പോൾ രണ്ടാമത് ടാനിങ്ങിന് സ്വല്പം അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ എത്തി നോക്കിയാൽ അക്കൽ കോട്ട കാണാം. അതുകൊണ്ടാണ് ഇതിന് ആനക്കോട്ട പാറ. ഇത് പഞ്ചപാണ്ഡവര് ഉള്ള ക്ഷേത്രമാണ്. അല്ല, പാണ്ഡവര് തൊഴുതിരുന്നതാണ് ഈ വിഗ്രഹം. അത് മിസ്സായി പോയി. പിന്നെ നടൻ അജിത്തിന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ഈ വിഗ്രഹം കണ്ടുകിട്ടുന്നത്. ഓ
ആ ഒറ്റ ദിവസം കൊണ്ട് അമ്പലം പണിന്ന് പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നത്. 5000 വർഷം പഴക്കമുള്ള വിഗ്രഹം. മോഡില്ല 5000 വർഷത്തിന് മോളില് പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രാമരസം രാമരസം. അങ്ങനെ ശ്രീരാമസ്വാമിയെ കണ്ടു. 5000 വർഷത്തിന് മേലെ പഴക്കമുള്ള ശ്രീരാമ വിഗ്രഹം ഇതിനകത്തുണ്ട്. കുട്ടി വിഗ്രഹമാണ്. അതെ, കുട്ടി വിഗ്രഹം ഭഗവാനെ കാണാൻ നമുക്ക് ഒരു ജയ് ശ്രീരാം. ജയ് ശ്രീരാം. ജയ ഹനുമാൻ. മറയൂർ ശർക്കര. ആ ഇവിടെയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഇതാണോ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം? മറയൂർ ശർക്കര സൂപ്പർ. ചാണകം മെഴുകിയ തറയൊക്കെ കണ്ടിട്ട് കുറെ കാലായി. ഈ ചാണകം മെഴുകിയുള്ള വീടൊക്കെ വാടക എത്രയാണെന്നോ? 14,000 രൂപ 12,000 രൂപ വാടക. ഇവിടെ നമ്മളിത് കണ്ടിട്ട് കുറെ കാലായി. എന്റെ മഡോസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുകളിലെല്ലാം പുല്ല് കട്ടിൽ പോലും മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നത് വെള്ളമൊക്കെ കോരി കുടിക്കണം. പണ്ട് ഇങ്ങനെ വെച്ചിട്ട് ചെമ്പ് കൊണ്ട് ഇങ്ങനെ കോരി കുടിക്കുന്ന ഇങ്ങനെ കുടിക്കണം. അതിനൊക്കെ പെയിന്റിങ് ഒന്നും കാണത്തില്ല. 14,000 രൂപ 12,000 രൂപ വാടക. ഈ വെള്ളം ഇങ്ങനെ കോരി കുളിക്കുന്നത് പറഞ്ഞാൽ അതൊരു എക്സസൈസാണ്. ഇത് കളക്ട് ചെയ്യേണ്ട ഇതിന്റെ ഈ മുകളിൽ വരുന്ന ഈ സാധനങ്ങളൊക്കെ ഇത് കളയുവാണ്. ഇത് ഫ്രഷ് മറ്റേ കരിമ്പിന്റെ ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത്. കരിമ്പിൻ ജ്യൂസാണ്. അതെ, കരിമ്പിൻ ജ്യൂസ് കളച്ച് ചെയ്യുമ്പോ ഇത് നല്ല തിളച്ചാണ് കട്ടിയായി ആ പത കളയോ? ഈ പതയൊക്കെ കളയും. ഈ അഴുക്കാണ് ഇത് കളയും. സെറ്റാണ്. ഇത് ഈ മറ്റേ ചട്ടിയല്ലേ? 4 മണിക്കൂർ നേരത്തെ 4-4.5 മണിക്കൂർ നേരത്തെ പ്രോസസ്സിംഗ് ആണ്. അകത്തേക്ക് അടുപ്പിന്റെ അകത്ത് പോകും. ശരി. ഇതാണ് ശുദ്ധമായ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. മറയൂർ. ഗോപ മേടിച്ചാ? അതിലുണ്ടാക്കിയ നാരങ്ങ ഇതെവിടെയാണ്? പ്ലം കാട്, ആപ്പിൾ തോട്ടം. അല്ല അങ്ങനെ അത് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ പറഞ്ഞേ അമ്മക്ക് ഇറങ്ങാൻ ആളവിടെ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തപ്പോഴാ പറഞ്ഞു ഞാൻ എന്നും നിങ്ങളെ വീഡിയോസ് കാണൂ. മോളെ കല്യാണമുള്ളതും ഒക്കെ കാണാറുണ്ട് അല്ലേ?
എന്താണ് ക്ഷീണിച്ചോ? നടന്ന് ക്ഷീണിച്ചോ? ചേച്ചിയില്ല, ഞങ്ങള് പരിപാടിക്ക് വന്നത് അവിടെ. ആ ഇത്ര താഴ്ത്തുപെട്ടി തന്നെ കയറുന്നു ഇനി. ഇതിന് തന്നെ വരണല്ലേ? വേറെ വഴിയില്ല. കാല് ഒരു ഇതായി അപ്പൊ ഇവിടെ ഇരുന്നു. ഓറഞ്ചെല്ലാം പഴുത്തിருக்கு அதெல்லாம் பழுத்து பறிச்சு கொடுத்துதா சார். அது என்னன்னு அறியாம இப்போ மழை நல்லாயிட்டு ஒரு ஆட்சியில அது வந்து நல்ல வெள்ளச்சோவாயிட்டு டேஸ்ட் இல்ல. அது கொண்டு பறிச்சு கொடுக்க வச்சு இப்ப நம்மள வேணுங்க அவர்கிட்ட போய் പറഞ്ഞാ അവർ പറിച്ചു കൊടുക്കും. ഇപ്പൊ ആപ്പിൾ ഇല്ല ഇവിടെ? ആപ്പിള് ജൂൺ ഓഗസ്റ്റിലാ സാറേ. இந்த ஜூன் ഓറഞ്ച് ഇവിടെ പെരുസാകാ ഇനി ഇപ്പൊ ഉണ്ടാകും. அக்கா இந்த ஓரஞ்சு பெருசாவாதா? இந்த வேப்ப முன்னாக்கு சாணப்பொடி எள்ளுப்பொடி எழுதுதவரு மருந்துட்டு இல்ல. அப்ப சிறுதாயிட்டு நம்ம சிறு ഓറഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. 80 രൂപ പറിച്ചു കൊടുത്തു. 1 കിലോ? 1 കിലോയ്ക്ക് 80. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ചേട്ടന്മാർ വേണമെങ്കിൽ പറിച്ച് കൊണ്ടുവര ചൊല്ലാം. പട്ടിന് പറിച്ച് കൊണ്ടുവരും ആൾക്കാർക്ക് പറഞ്ഞാല് ഓണർക്ക് പോയി പറയാം. എന്താ താഴെ വരെ ഇരിക്കാം ചേട്ടൻ ഒരു പാലാക്കാരായവര്. പാലായിൽ 40 കൊല്ലത്തിലെ PT മാസ്റ്ററും ടീച്ചറുമായിട്ട് ജോലി കിട്ടി. അത് അതുപോലെ നല്ല നല്ല പഴുത്ത ഓറഞ്ച് കിട്ടുവോ? അതന്നെ ഈ ഓറഞ്ച് മാതിരിയെ പരിക്കും സാറേ. അപ്പൊ ഇത് வந்து അവർ ജോലി കിട്ടി വന്നിട്ട് 40 കൊല്ലത്തിലെ PT മാസ്റ്ററും ടീച്ചറുമായിട്ട് പാലായിൽ നിന്ന് ജോലി കിട്ടി വന്ന് ഇവിടെ റോഡ് കൂടെ അല്ലേ അവർ വരുമ്പോൾ அப்பயே வந்து 5 ஏக்கர் സ്ഥലം എടുത്ത് ഇവിടെ இந்த ഹൈസ്കൂളില് ഇപ്പൊ வந்து ഇതെല്ലാം ഉണ്ടാക്കി ഇപ്പൊ റിട്ടയർഡ് ആയി. അതിന്റെ മുകളിലാണ് വീട്? അതിന്റെ മുകളില് അടിയില് മലക്കടി அந்த കാണ്ട് വീടില് ശരി. ഇതിലെ ആന വരുമോ? ഊർമേത്തോടെ നടക്കണം. ആന വരും? ആന, കാട്ടുപന്നി, മാന്, മയില് എല്ലാം ഉണ്ട് സാറേ. അവിടെ തന്നെ ഇറക്കി പടക്കം വെച്ചാ ഇവിടെ വരും, ഇവിടെ തന്നെ വെച്ചാ അവിടെ വരും. ഒത്തിരി നമ്മളെ ഒന്നും ചെയ്യില്ല. അവർക്ക് നല്ല പന്തമോ அந்த വെടികളോ ഒന്നും ഇല്ലടക്കൂടാതില്ല. അങ്ങ വന്നാ ഇവിടെ പടക്കിടും. അത് കൂട്ടമായിട്ടില്ല വരുന്നത്. ഇതെല്ലാം പൊട്ടിച്ച് വേലി പൊട്ടിച്ച് വെച്ചിട്ടമ്മ അവിടെ കാണിക്കാം. ഈ കമ്പി വേലി പൊളിച്ചുള്ളിൽ കയറി പൊളിച്ചതെല്ലാം ഞങ്ങൾ എപ്പോഴും പാക്കുതാ. വർഷം പാക്കുതാ. ഇനി വ്യാപാരമയിൽ വരും രാത്രി. കൂട്ടം കൂട്ടമായി കൂട്ടമായിട്ട് കുട്ടി തായോടെ വരും. ഇറങ്ങി വരും. ഈ വഴിയിലില്ല. അപ്പടിയാ? ഈ പാതയെല്ലാം നെരിച്ചു വരും. ഓ, ഒറ്റയാൻ വരുമാ? ഒറ്റയാനിയാ വരില്ല. ഇല്ല. ഒറ്റയ്ക്ക് വരാനായാലും പേടിയുണ്ടാവില്ല. ബാലു ക്ഷീണിച്ചാ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല? കുഴപ്പമൊന്നുമില്ല. ഇന്നലത്തെ ക്ഷീണമൊന്നുമില്ലല്ലോ? പരിപാടി അല്ല, പരിപാടിയുടെ ക്ഷീണം? രാവിലത്തെ ക്ഷീണമുണ്ട്. അതല്ലല്ലോ ബാലുവേ, മറ്റേ നമ്മുടെ ബാലകൃഷ്ണ കമ്മത്തി ഇല്ലാത്തോണ്ട് ബാലു അല്ലേ ലീഡ് ചെയ്തേ. അതെ, മെയിൻ മൃദംഗം തബലയും കൂടി മൃദുലായിരുന്നു ഇന്നലെ. അതുകൊണ്ട് അലമ്പായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പൊ ലക്ഷ്മി അമ്മ വരെ പാക്കലാം. ആ ശരി ശരി. സെൽഫി. ലക്ഷ്മി അമ്മയെ പിടിച്ചുപോയി. ഇതാണ് ഒലിവിന്റെ മരം. ഒലിവ് ഓയിൽ, പ്ലംസ്. ഓ, ഇത് നമ്മള് വല്ലിയിലുള്ളത് പാഷൻ ഫ്രൂട്ട്. ഇവിടെ ഉള്ള ചിക്കൻ പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്. ഓ, പാഷൻ ഫ്രൂട്ട്. കാപ്പി കൊട്ടല്ലേ? ആ ശരി. നിറയെ റോസ് ഇരിക്കും. റോസ്, ഡാലിയ എല്ലാം ഉണ്ട്. ഡാലിയ. ലച്ചിപ്പഴം. ഇതാ കണ്ടോ ലിച്ചി. ആ, വാൽനട്ട്. ശരി. പൈനാപ്പിൾ ഗോവ. പൈനാപ്പിൾ ടേസ്റ്റ് പേരിക്ക്. ഓ, ഇത് ഓമഗ്രാനൈറ്റ് അപ്പുറത്തുള്ള. ആ പോമഗ്രാനൈറ്റ്. ഇത് ആന വലച്ചു കളഞ്ഞതാ അല്ലേ? ആന വരുമ്പോ വളച്ചു കളയും. ഇത് സാമ്പയ്ക്ക്. ഇതെല്ലാം റാസ്ബെറി, ബ്ലാക്ക്ബെറിയില്. ഓഹോ, കോഴിക്കുത്തിരിക്കുള്ള ബ്ലാക്ക്ബെറി. 5.5 ഏക്കറില് 5 ഏക്കർ. ബലൂൺ പ്ലാന്റ്. ഇതല്ല, കാണാൻ മാത്രം. ഇത് കിവി. ഇതാണ് കിവി. കായുണ്ട് സാറേ. എങ്ക ഒന്ന് പറിക്കുക. കഴിക്ക മുടിയാതെ സാറേ. പഠിക്കാൻ പാടില്ല. 2 കൊല്ലത്തില് പൂക്കില്ലേ? 2018 പൂത്തിരിക്കും. 2030 ആ, നീലക്കുറിഞ്ഞി പൂക്കും. இந்த இடத்துல ഡാൻസിങ് ലേഡി പൂ. ഡാൻസിങ് ലേഡി. നിറയെ റോസ്. അത് ഡാലിയ. അത് റോസ്. ഇത് ഡാലിയ. അതെ,
ഇത് അതുകൊണ്ട് പൂക്കട அந்த പൂവായിട്ടുള്ളത് ഇലയ പൂ തന്നെ സൂപ്പർ. ഇത് ലാവണ്ടറാ ബർത്തല ലാവണ്ടർ ലാവണ്ടർ ആത്തച്ചക്ക. അതിൽ வந்து 1 കിലോ 1.5 കിലോ ഓ കിട്ടിയിട്ടാണ്. ആ ഇത് അത് ചിലത് ഇത് പിച്ചിക്കുന്ന 1 കിലോ 1.5 കിലോ ജൂൺ ജൂലൈയില് ഇരുന്നേ കറാണ്. എതുക്കാ ഹെ വൈൻ? കുടിച്ച് നോക്കാം. ഇല്ല ഇവർക്ക് തന്നെ നോക്കാം, ചോദിച്ചു നോക്കാം. ക്ഷീണിച്ചാ? ഇല്ല ഇതിന്റെ ആറഞ്ച് ഇതിന്റെ ചെറിയ ആപ്പിൾ இந்த இலை பொழிஞ்சு நிற்குது அந்த ஓரஞ்சு கொல்லம் எடுக்கணுமா? அப்படியா? இப்ப அவர் வச்சுட்டு 14 கொல்லம் 100 കൊല്ല. இப்ப இது நட்டு வச்ச ஆட்களுக்கு இந்த தேவதாரி பூக்கணுமா? മനസ്സിൻ താഴ്വരയിൽ ദേവതാരു പൂക്കും എൻ മനസ്സിൻ താഴ്വരയിൽ. இதுதான் தேவதாரு. ലില്ലി டிராகன் ட்ரைன பூத்தா. ഓ இது வந்து கிறிஸ்துமஸ் பூவாയിട്ടുള്ളதா. ആ இந்த பேப்பர் பூ மாதிரிங்கிறது ஆஸ்டிமேரியா. இந்த பூவை ഓഹോ ഇതാ കൊളമ്മ. അത് കുളം അതിൽ മീൻ ഇருக்கு സാറേ. അവർ വന്ന കാലத்துல ഇതിൽ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ வந்து വെള്ളമെല്ലാം കുടിവെള്ളം മുകളിൽ വരുതാ. അത് ഇപ്പോഴേ എല്ലാ കൃഷികൾക്ക് എടുക്കാനുള്ളത് മീനും പോട്ടിരിക്കുകയാണ്. ഓ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഹലോ, ഇത് എവിടെയത്? ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലം. ലാലേട്ടന്റെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഭ്രമരത്തിന്റെ പേരിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ലെമൺ ഗ്രാസ് പുൽത്തൈലം അതെവിടെയാ? എന്താണ് അങ്ങനെ ഇരിക്കണ പാറു? നമ്മൾ രണ്ടുപേരും മാത്രം ഇങ്ങോട്ട് വന്നു, അവരൊക്കെ അവിടെയാണ്. ഞങ്ങൾ അല്പസമയം പ്രേമിക്കാന്ന് വിചാരിച്ച്. വയസ്സാങ്കാലത്ത് പ്രേമിക്കാത്തന്റെ കുറവ്. എന്താണ് നമുക്കും പ്രേമിക്കണ്ടേ? പിന്നെ മക്കളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ പ്രേമിക്കാം. എന്ത് രസം. ഇന്നലെ പരിപാടി കഴിഞ്ഞ ഞങ്ങള് ഇന്ന് നമ്മുടെ പരിപാടിയുടെ സ്പോൺസർ നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇവിടെ നല്ലൊരു റിസോർട്ട്, അത് കഴിഞ്ഞിട്ട് കാണിക്കാനായിട്ട് ജീപ്പ് അറേഞ്ച് ചെയ്തു തന്നു. ഒരു സ്വന്തമായിട്ടൊരു ഡ്രൈവർ എന്നു. അതെ. അപ്പൊ ലാലേട്ടന്റെ ഭ്രമരം വരെ എത്തി, അത്യാവശ്യം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ മിക്കവാറും എന്ത് മനോഹരമായ കാഴ്ചയല്ലേ. അതെ, വെറുതെ അല്ല, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയണ എത്ര ഭംഗിയാ നോക്കൂ. ഇവിടെ ഇല്ലേ മറ്റേ ഹണി റോക്ക്, കളിയാക്കി എല്ലാരും ഹണി റോസ് എന്ന് പറഞ്ഞു. ശരിക്കും തേൻ ഒഴുകി വരുന്ന പാറയിൽ ഇങ്ങനെ കാണാം നമുക്ക്. റോക്ക് കണ്ടു. അതെ, എന്തോരം തേനീച്ച കൂടുകളാണ്. അങ്ങോട്ട് കയറാൻ പറ്റില്ല നമുക്ക്. പാറിന് ഇഷ്ടായ? അടിപൊളി. ഇനി പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവര് വരട്ടെ. അതെ, അതും നമ്മുടെ ഇവിടുത്തെ സ്പോൺസർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അമിതുവിനോട് പറഞ്ഞിട്ടുണ്ട് ഹണിമൂൺ ഇങ്ങോട്ട് പോരേടി ചെയ്തു. വിപിൻ, അതുപോലെ വിഷ്ണു. സുഭാഷ്, ഇന്നലത്തെ പരിപാടിയുടെ ക്ഷീണം കാരണം വൈക്കോൽത്തുറയിൽ കിടന്നുറങ്ങുന്നു. മിഥുന്തി, അമൃത, മിസ്റ്റർ മാഞ്ഞൂർ രഞ്ജിത്ത്, താങ്കൾ അവിവേകം ഒന്നും കാണിക്കരുത്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. ഇറങ്ങി വരൂ. തവളവാല് ആ വൈക്കോൽത്തുറയുടെ ഇടയിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട്. മറയൂര് മൊത്തം കണ്ട. ഞാൻ കയറി ചിലപ്പോ അത് ഒടിഞ്ഞു വീഴും, അതുകൊണ്ട് കയറിയില്ല. ഞാനേ വേറൊരാളെ കാണിച്ചു തരാം അവിടെ. പോണ്ടേ 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 പോവാ.
ബാലുവിന് വേണ്ടി ഇവിടെ കിടക്കപ്പെടുന്നിട്ടുണ്ട്. എല്ലാവരും കണ്ട്, വല്ലുബായി ബായ്. എല്ലാ ലോകം മുഴുവൻ കണ്ട്. ഇപ്പോൾ മറ്റേ വല്ലുബായി ഇല്ല. അതെ, ഓരോ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പറയും വല്ലുബായി ഇല്ലാന്ന്. പൊടി ഉണ്ടായി പോവാ. അടിക്കാല്ല എന്താണത്? ആ കണ്ണാടി കൂടെ നോക്കിയാൽ വേറെ എന്താണ്ടൊക്കെ കാണും, പേടിക്കും. പുള്ളി എന്നിട്ട് കാണിക്കണേ, ഫോക്കസ് ചെയ്യണ. അച്ഛനെടുക്കണല്ലേ? തന്നെ അതിനകത്ത് വേറെ ഇതുണ്ടോ അല്ലേ? വലിച്ചിരിക്ക. ഇപ്പൊ മനസ്സിലായ അത് ചെയ്യണ്ട, അടിപൊളിയാണ്. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല. അച്ഛനോ ഞാൻ ചെയ്തു. പറഞ്ഞാറണ്ടേ നേർക്കാ കണ്ടോണ്ടിരുന്നിട്ട് ഇവിടെ കുടുങ്ങ ആരെങ്കിലും ട്രൈ ചെയ്യ്. ഇതെന്താ വണ്ടി ഓടിക്കാണോ ഇപ്പൊ? വീഗാലാൻഡിലെ ഇത് വലിക്കണമൊക്കെ താഴ്ത്തേക്ക് വീട് വീഴും. സ്റ്റാർട്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡ്രാക്കുള ഹലോ കാണാൻ തന്നെ ഇത് ഇതിന്റെ അകത്തുള്ള സാധനം എനിക്ക് കാണുന്നത്. പുറത്തുള്ളത് തുടക്കം പുറത്തുള്ളതാണ്. ഗോവൻ വണ്ടി ഓടിച്ചു തുടങ്ങി. ആരാണ് കാട്ടണത്? പിണ്ടേരം അതന്നാടാ പുള്ളി തൊട്ടില്ല. അത് പോക്കെ അവിടെ ഇപ്പൊ താഴത്തേക്ക് ഒരു പോക്കുണ്ട്. എന്നെ പിടിച്ചായിരുന്നാ ചേട്ടൻ? പോയാ ഗ്യാസ് പോയാ ഇതെവിടെയാണ് നോക്കണേ?
കണ്ണ അടിപൊളിയാണ്. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. അന്നത്തെ തുടങ്ങാൻ പോണുള്ളൂ. നല്ല പൊറ്റക്കൈ കൊണ്ട് കറക്കം കറക്കും. മുരുക ആണ്ടവനെ. അയ്യോ, ഇവിടുത്തെ മുരുകൻ കോവിലിന്റെ പേരെന്താ? ബാലമുരുകൻ ക്ഷേത്രം. ബാലമുരുകൻ ക്ഷേത്രം. ഇത്രയും ദിവസമായിട്ട് അമ്പലം എന്ത് കഴിഞ്ഞാണ് വെറുതെ ആയിരുന്നേ. ഈ വർഷം സെറ്റെങ്കിലും അടിക്കാൻ പറഞ്ഞാൽ അടിച്ചത്. ഭയങ്കര അന്ന് വണ്ടി ആരെയും കയറ്റാൻ പറ്റില്ല. ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും. മൊത്തം അന്നദാനം, ഭയങ്കര അന്നദാനമൊക്കെ ആയിരിക്കും. എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും വരും. ഇറക്കുമ്പോ പതുക്കെ ഇറക്കുള്ളൂ അല്ലേ? ഇറക്കുമ്പോൾ പതുക്കെ ഇറക്കിയാൽ മതിയല്ലോ. കേറുമ്പോഴാണ് നക്ഷത്രം ഉണ്ട്. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. ഇതാണ് യഥാർത്ഥത്തിലുള്ള മറയൂർ. താഴെ കാണുന്നത് ശരിക്കും മണ്ണാർപ്പേട്ട. ഇവിടെയാണ് ഇവിടെ അമ്പലമൊക്കെ. ിന്റെ പടത്തിൽ ഇപ്പൊ ഒരു പാട്ട് പാടിയില്ലേ? ആദ്യത്തെ പാട്ട് ചന്ദനമരത്തെ കുറിച്ച്. പട്ടക്കുള്ള മറയൂർ. എങ്ങനെയുണ്ടായിരുന്നു മലയപ്പം? മലയിറക്കം ഇറങ്ങിയപ്പോ കൊക്കയിലേക്ക് ഞങ്ങൾ പോയപ്പോ